നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന 500 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വെറുതെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പോവുകയല്ല, കൃത്യമായി ടോപ്പിക് വൈസ് തിരിച്ച് 100 ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഈ പറയാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പി എസ് സി ഒരു തവണയെങ്കിലും ആവർത്തിച്ചതാണ്. ഏകദേശം 1000-ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് നമ്മളുടെ ക്ലാസ്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പി എസ് സി ടുഡേ ഒഫീഷ്യൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലഭിക്കുന്നതാണ്. ഇത് ലഭിക്കാത്ത സുഹൃത്തുക്കൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11. അത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് നവംബർ 11. അത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് നളന്ദ സർവകലാശാലയാണ്. ഇതൊരു ഏഷ്യൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാ? നളന്ദ സർവകലാശാല. ഇതൊരു ഏഷ്യന്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. വർഷം 1948, 1949. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വർഷം 1948, 1949. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ. NEP 2020 പ്രകാരം നിലവിലുള്ള 10+2 സമ്പ്രദായത്തിന് പകരം നിലവിൽ വന്ന സമ്പ്രദായമാണ് 5+3+3+4 സമ്പ്രദായം. NEP 2020 പ്രകാരം നിലവിലുള്ള 10+2 സമ്പ്രദായത്തിന് പകരമായിട്ട് നിലവിൽ വന്ന സമ്പ്രദായം എന്താ? 5+3+3+4 സമ്പ്രദായം. ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. വർഷം 1952, 1953. ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952, 1953. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് വന്നത് 1854. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് നിലവിൽ വന്നത് 1854. മെക്കാളയുടെ മിനിറ്റ്സ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയതെന്ന് 1835. മെക്കാളെ മിനിറ്റ്സ് നമ്മൾ പറയത്തില്ലേ, അത് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വർഷം എത്രയാണ്? 1835. സർവശിക്ഷ അഭിയാൻ അഥവാ SSA ആരംഭിച്ച വർഷം 2001. സർവശിക്ഷ അഭിയാൻ അഥവാ SSA ആരംഭിച്ച വർഷം 2001. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA ആരംഭിച്ച വർഷം 2009. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA ആരംഭിച്ച വർഷം 2009. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈപുണ്യ വികസനം അഥവാ സ്കിൽ ഡെവലപ്മെന്റ്. ഓർത്തോളനെ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന അഥവാ PMKVY ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈപുണ്യ വികസനം അഥവാ സ്കിൽ ഡെവലപ്മെന്റുമായി. ഇന്ത്യയിലെ ആദ്യത്തെ IIT ഏതാണ്? ഉത്തരം IIT ഖരഗ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT എന്നറിയപ്പെടുന്നത് IIT ഖരഗ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIM എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ IIM എവിടെയാണ് സ്ഥാപിതമായത്?
കൊൽക്കത്തയിലാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ NCERT സ്ഥാപിക്കപ്പെട്ട വർഷം 1961. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ NCERT സ്ഥാപിക്കപ്പെട്ട വർഷം 1961. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC നിലവിൽ വന്ന വർഷം 1956. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC നിലവിൽ വന്ന വർഷം 1956. കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിതമായ വർഷം 1963. കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിതമായ വർഷം 1963. നവോദയ വിദ്യാലയങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. നവോദയ വിദ്യാലയങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി. ഈ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ SSA, RMSA, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാ? സമഗ്ര ശിക്ഷ അഭിയാനാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? SSA, RMSA, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴിത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU സ്ഥാപിതമായ വർഷം 1985. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ IGNOU സ്ഥാപിതമായ വർഷം 1985 ആണ്. ഫിൽറ്ററേഷൻ തിയറി ഏത് ബ്രിട്ടീഷ് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോർഡ് മെക്കാളെ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിൽറ്ററേഷൻ തിയറി ഏത് ബ്രിട്ടീഷ് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ലോർഡ് മെക്കാളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ സങ്കല്പമാണ് ബേസിക് എഡ്യൂക്കേഷൻ അഥവാ നൈതാലിം പദ്ധതി. ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ സങ്കല്പം എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ അഥവാ നൈതാലിം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിച്ചത്? മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് മുംബൈയിലാണ്. അതിന്റെ പേരാണ് SNDT വുമൻസ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താ? SNDT വുമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2019. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2019. ദേശീയ മൂല്യനിർണ്ണയ ഏജൻസി അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വന്ന വർഷം 2017. ദേശീയ മൂല്യനിർണ്ണയ ഏജൻസി അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വന്ന വർഷം 2017. ദ റിപ്പബ്ലിക് എന്ന വിദ്യാഭ്യാസ ഗ്രന്ഥം രചിച്ചതാര്? പ്ലേറ്റോ. ഇമ്പോർട്ടന്റ് ആണ്. ദ റിപ്പബ്ലിക് എന്ന വിദ്യാഭ്യാസ ഗ്രന്ഥം രചിച്ചതാരാണ്? പ്ലേറ്റോയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെട്ടിരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ്. ഓർത്തോളനെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. അതിന്റെ മലയാളത്തിൽ എന്തെന്ന് പറയുന്നു? സമവർത്തി ലിസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ 8. ഇന്ത്യയിൽ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 8 ആണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വ്യക്തിയുടെ സമഗ്ര വികസനം എന്ന് നിർവചിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദൻ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വ്യക്തിയുടെ സമഗ്ര വികസനം എന്ന് നിർവചിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കോത്തേരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് 1966. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കോത്തേരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1966. കോത്തേരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ വിദ്യാഭ്യാസവും ദേശീയ വികസനവുമായിരുന്നു. കോത്തേരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ദേശീയ പാഠ്യപദ്ധതിക്ക് ചട്ടക്കൂട് അവസാനമായി പ്രസിദ്ധീകരിച്ച വർഷം 2005. ദേശീയ പാഠ്യപദ്ധതിക്ക് ചട്ടക്കൂട് അവസാനമായി പ്രസിദ്ധീകരിച്ച വർഷം 2005. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ അഥവാ KVS എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. സംസ്കൃത ഭാഷയുടെ വികാസത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയ സ്ഥാപനം രാഷ്ട്രീയ സംസ്കൃത സൻസ്ഥാൻ. രാഷ്ട്രീയ സംസ്കൃത സൻസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിൽ. വർഷം 1835. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ്. വർഷം 1835. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? റൂർക്കി. വർഷം 1847. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? റൂർക്കിയിലാണ്. വർഷം 1847. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാന പ്ലാറ്റ്ഫോം ഏതാണ്? സ്വയം പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാന പ്ലാറ്റ്ഫോം ഏതാണ്? സ്വയം പ്ലാറ്റ്ഫോം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനായി ആരംഭിച്ച പദ്ധതി മനോദർപ്പൺ പദ്ധതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിക്കുവാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഏത് പ്രധാനമന്ത്രിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഥവാ IIM സ്ഥാപിക്കുവാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ഏതാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കേന്ദ്ര സർവകലാശാല എന്നറിയപ്പെടുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര സർവകലാശാല എന്നറിയപ്പെടുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈമറി സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈമറി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ്. ദേശീയ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1995. ദേശീയ ഉച്ചഭക്ഷണ പദ്ധതി അഥവാ മിഡ് ഡേ മീൽ സ്കീം ആരംഭിച്ച വർഷം 1995. നിലവിൽ ഉച്ചഭക്ഷണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പ്രധാനമന്ത്രി പോഷണി ശക്തി നിർമ്മാൺ പദ്ധതി. ഓർക്കണേ, നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി അതായത് ഈ മിഡ് ഡേ മീൽ സ്കീം ഉണ്ടല്ലോ, അറിയപ്പെടുന്ന പുതിയ പേരെന്താ? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി. കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ. കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ. വിദ്യാഭ്യാസം എന്നത് മനുഷ്യന്റെ ആന്തരികമായ കഴിവുകളുടെയും ജ്ഞാനത്തിന്റെയും പ്രകടനമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. വിദ്യാഭ്യാസം എന്നത് മനുഷ്യന്റെ ആന്തരികമായ കഴിവുകളുടെയും ജ്ഞാനത്തിന്റെയും പ്രകടനമാണ് എന്ന് പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദൻ. പബ്ലിക് ഇൻസ്ട്രക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1823. പബ്ലിക് ഇൻസ്ട്രക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1823. കോളേജ് വിദ്യാഭ്യാസം നൽകുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് സ്ഥാപനം കൽക്കട്ട മദ്രസ. വർഷം 1781. കോളേജ് വിദ്യാഭ്യാസം നൽകിയ ആദ്യത്തെ ബ്രിട്ടീഷ് സ്ഥാപനം ഏതാണ്? കൽക്കത്ത മദ്രസ. വർഷം 1781. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ബാലഗംഗാധര തിലക്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് 1917. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന 1917. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഹാർട്ടോഗ് കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി 1929 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഹാർട്ടോഗ് കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് 1929 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. വാർധാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1937 ഇത് വന്നത്. വാർധാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1937 ഈ പദ്ധതി ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പഴയ പേരെന്തായിരുന്നു? മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പഴയ പേരെന്തായിരുന്നു? മാനവ വിഭവശേഷി വികസന മന്ത്രാലയം എന്നായിരുന്നു. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം 1988. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം 1988. ഇന്ത്യയിൽ ആദ്യമായി ടെക്നിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചത് എവിടെ? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത മെക്കാനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വർഷം 1839. ഇന്ത്യയിൽ ആദ്യമായി ടെക്നിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചത് എവിടെ? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ഏതായിരുന്നു ആ സ്ഥാപനം? കൊൽക്കത്ത മെക്കാനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. വർഷം 1839. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിടെക്ചറൽ കോളേജ് എവിടെയാണ്? റൂർക്കി. ഇപ്പോഴത്തെ IIT റൂർക്കിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിടെക്ചറൽ കോളേജ് എവിടെയാണ് സ്ഥാപിതമായത്? റൂർക്കിയാണ്. ഇപ്പോൾ അത് IIT റൂർക്കി എന്ന പേരിൽ അറിയപ്പെടുന്നു.
സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ രൂപീകരിച്ച വർഷം 1920. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ രൂപീകൃതമായ വർഷം 1920 ആണ്. IIMB സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലാണ്. IIMB സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ ബോർഡ് ഏതാണ്? ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഉത്തർപ്രദേശ് 1921 ഇത് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും പഴക്കമുള്ള സ്കൂൾ ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഉത്തർപ്രദേശ് വർഷം 1921. സ്വയംപ്രഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ ചാനലുകളുടെ DTH പ്ലാറ്റ്ഫോമാണ് സ്വയംപ്രഭ എന്നറിയപ്പെടുന്നത്. സ്വയംപ്രഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ വിദ്യാഭ്യാസ ചാനലുകളുടെ DTH പ്ലാറ്റ്ഫോമാണ് സ്വയംപ്രഭ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി സാക്ഷത് പദ്ധതി. വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി സാക്ഷത് പദ്ധതി. ദേശീയ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഖൊരഗ്പൂരാണ്. ദേശീയ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഖൊരഗ്പൂരാണ്. ഖൊരഗ്പൂർ IITയുടെ ഭാഗമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുണനിലവാരമുള്ള അധ്യാപക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഗുണനിലവാരമുള്ള അധ്യാപക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രധാനമായും ഊന്നൽ നൽകിയത് എന്തിനാണ്? അവസര സമത്വത്തിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത് അവസര സമത്വത്തിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുമാണ്. വിദ്യാഭ്യാസ നയം 1968 ആരുടെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസ നയം 1968 ആരുടെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്ഥാപിതമായ വർഷം 1929. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്ഥാപിതമായ വർഷം 1929. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടീച്ചർ സാവിത്രിബായി ഫുലെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടീച്ചർ എന്നറിയപ്പെടുന്നത് സാവിത്രിബായി ഫുലെയാണ്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചാൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. പ്രധാനമന്ത്രി വിദ്യാലയ ശിക്ഷ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി വിദ്യാലയ ശിക്ഷ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വച്ഛ് വിദ്യാലയ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂളുകളിലെ ശുചിത്വ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വച്ഛ് വിദ്യാലയ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂളുകളിൽ ശുചിത്വ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് വികസിപ്പിക്കുന്നത് ഏത് സ്ഥാപനമാണ്? NCERT ആണ്. ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് വികസിപ്പിക്കുന്നത് ഏത് സ്ഥാപനമാണ്? NCERT ആണ്. യുവജനങ്ങൾക്കിടയിൽ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി സ്കിൽ ഇന്ത്യ മിഷൻ. യുവജനങ്ങൾക്കിടയിൽ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി സ്കിൽ ഇന്ത്യ മിഷൻ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി ബോഡി എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി ബോഡി എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC. അടൽ തിങ്കറിംഗ് ലാബുകൾ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീതി ആയോഗുമായി. അടൽ തിങ്കറിംഗ് ലാബുകൾ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീതി ആയോഗുമായി. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി സർവകലാശാല ഗോവിന്ദ് ഭല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി പന്ത് നഗർ ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ കൃഷി സർവകലാശാല ഏതാ? ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി പന്ത് നഗർ ഉത്തരാഖണ്ഡ്. IISc സ്ഥാപിക്കാൻ സഹായിച്ച വ്യവസായി ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. IISc സ്ഥാപിക്കാൻ സഹായിച്ച വ്യവസായി ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ലക്ഷ്യമിടുന്ന മൊത്തം എൻറോൾമെന്റ് അനുപാത ഉന്നത വിദ്യാഭ്യാസം എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ
50%, അതായത് 2035 കൂടിയാണ് ഈ 50% അച്ചീവ് ചെയ്യാനായിട്ട് അവർ കരുതപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ലക്ഷ്യമിടുന്ന മൊത്തം എൻറോൾമെന്റ് അനുപാതം അഥവാ ഉന്നത വിദ്യാഭ്യാസത്തിന് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ അത് 50%. പ്രധാനമന്ത്രി ഈ വിദ്യാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഈ വിദ്യാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള സഹായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ വായ്പകൾക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല സ്ഥാപിതമായത് മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല സ്ഥാപിതമായത് മണിപ്പൂരിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏത് ഭാഷയ്ക്കാണ് ഊന്നൽ നൽകുന്നത്? മാതൃഭാഷയ്ക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയ്ക്ക്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏത് ഭാഷയ്ക്കാണ് ഊന്നൽ നൽകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം മാതൃഭാഷയ്ക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനം അഥവാ NCTC സ്ഥാപിതമായ വർഷം 1995. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനം അഥവാ NCTC സ്ഥാപിതമായ വർഷം 1995. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിതമായ വർഷം 1945. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിതമായ വർഷം 1945. സ്കൂൾ കോംപ്ലക്സുകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മീഷൻ? കോത്തേരി കമ്മീഷൻ. ഇങ്ങനെയുള്ള പോയിന്റ് ഓർത്തോളണേ. സ്കൂൾ കോംപ്ലക്സുകൾ എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതാ? കോത്തേരി കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സർവകലാശാല എവിടെയാണ്? ചിത്രകൂട്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സർവകലാശാല എവിടെയാണ് സ്ഥാപിതമായത്? ചിത്രകൂട്, ഉത്തർപ്രദേശ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സർവകലാശാല നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സർവകലാശാല ഏതാ? നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുറന്ന വിദൂര വിദ്യാഭ്യാസത്തിലൂടെ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതുമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുറന്ന വിദൂര വിദ്യാഭ്യാസത്തിലൂടെ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അമർകാന്തക്, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അമർകാന്ത്, മധ്യപ്രദേശ്. ഇന്ത്യൻ നദികളെ പറ്റിയുള്ള 100 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക. ഇന്ത്യൻ നദികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ്, ഉത്തരാഖണ്ഡ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഗംഗാ നദിയുടെ പ്രധാന പോഷനദികൾ ഏതെല്ലാം? യമുന, സരസ്വതി, സോൺ, ദാമോദർ, കോസി, ഗണ്ഡക്, ഘാഗ്ര. ഗംഗാ നദിയുടെ പ്രധാന പോഷനദികൾ ഏതൊക്കെയാണ്? യമുന, സരസ്വതി, സോൺ, ദാമോദർ, കോസി, ഗണ്ഡക്, ഘാഗ്ര. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008. യമുന നദിയുടെ ഉത്ഭവം എവിടെ നിന്നുമാണ്? യമുനോത്രി ഹിമാനി, ബന്ദർപൂഞ്ച് കൊടുമുടി, ഉത്തരാഖണ്ഡ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? യമുനോത്രി ഹിമാനി, ബന്ദർപൂഞ്ച് കൊടുമുടി, ഉത്തരാഖണ്ഡ്. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നുമാണ്? കൈലാസ് പർവ്വതനിരയിലെ ബോഗാർച്ചു ഹിമാനി. ടിബറ്റ് ഭാഗത്താണ് ഈ ബോഗാർച്ചു ഹിമാനി കാണപ്പെടുന്നത് കേട്ടോ. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്ന് ചോദിച്ചാൽ കൈലാസ് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള ബോഗാർച്ചു ഹിമാനിയിൽ നിന്നുമാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ടിബറ്റിലാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. പഞ്ചാബിലൂടെ ഒഴുകുന്ന 5 നദികൾ ഏതെല്ലാമാണ്? സത്ലജ് നദി, ബിയാസ് നദി, രവി നദി, ചിനാബ് നദി, ചലം നദി. പഞ്ചാബിലൂടെ ഒഴുകുന്ന 5 നദികൾ ഏതൊക്കെയാ? സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം നദി.
ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന ഏക പ്രധാന നദി ചമ്പലാണ്. ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന ഏക പ്രധാന നദി ഏതാ? ചമ്പലാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെ നിന്നുമാണ്? ചെമ് യുങ് തുങ് ഹിമാനി കൈലാസ പർവ്വനിരയുടെ ഭാഗമായി കാണപ്പെടുന്നു. ടിബറ്റിലാണിത് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചോളനെ. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ചെമ യുങ് തുങ് ഹിമാനി. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൈലാസ് പർവ്വനിരയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഹിമാനിയാണ്. ഇത് ടിബറ്റ് മേഖലയിലാണ് കാണപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ സംഗമിക്കുക അറിയപ്പെടുന്ന പേരെന്താ? മേഘ്ന എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നുമാണ്. ഇത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? മഹാബലേശ്വർ കുന്നുകൾ, മഹാരാഷ്ട്രയിൽ നിന്നും. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ മഹാബലേശ്വർ, മഹാരാഷ്ട്ര. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? തലക്കാവേരി, കൂർഗ്, കർണാടക സംസ്ഥാനത്തില്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? തലക്കാവേരിയിൽ നിന്നാണ്. ഇത് കൂർഗിലാണ്. കൂർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള പ്രദേശമാണ്. ദക്ഷിണേന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി നദി. ദക്ഷിണേന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി നദി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ശിവസമുദ്രം വെള്ളച്ചാട്ടം. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ശിവസമുദ്രം വെള്ളച്ചാട്ടം. നർമ്മദ നദിയുടെ ഉത്ഭവം എവിടെയാണ്? മൈക്കല മലനിരയിലെ അമർകാന്തക് പീഠഭൂമി, മധ്യപ്രദേശ് സംസ്ഥാനത്ത്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? മൈക്കല മലനിരകളിലെ അമർകാന്തക് പീഠഭൂമി, മധ്യപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. നർമ്മദ നദി പതിക്കുന്നത് എവിടെ? അറബിക്കടലിൽ അഥവാ ഖമ്പത്ത് ഉൾക്കടലിലാണ്. നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഖമ്പത്ത് ഉൾക്കടലിലാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. താപ്തി നദിയുടെ ഉത്ഭവം എവിടെ നിന്നുമാണ്? സത്പുര നിരയിലെ ബേത്തുൽ ജില്ലയിലാണ്. ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വനിര സത്പുര പർവ്വനിര. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വനിര സത്പുര പർവ്വനിര. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നും? ദണ്ഡകാരണ്യ പീഠഭൂമി, ഛത്തീസ്ഗഡിൽ നിന്നും. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ദണ്ഡകാരണ്യ പീഠഭൂമി, ഛത്തീസ്ഗഡിൽ നിന്നും. ഏറ്റവും കൂടുതൽ ദുരന്തം വിതയ്ക്കുന്ന നദി എന്നറിയപ്പെടുന്നത് കോസിയാണ്. ഇതിനെ ബീഹാറിന്റെ ദുഃഖമെന്ന് അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ദുരന്തം വിതയ്ക്കുന്ന നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇത് ബീഹാറിന്റെ ദുഃഖമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻസ് ഡെൽറ്റ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻസ് ഡെൽറ്റയാണ്. ഇത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ, റിഹാന്ത് നദിയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ, റിഹാന്ത് നദിയിൽ. ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ച വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ച വർഷം 1986. ലൂണി നദി പതിക്കുന്നത് എവിടെ? റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ. ലൂണി നദി പതിക്കുന്നത് എവിടെ? റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഉപ്പുരസമുള്ള നദി എന്നറിയപ്പെടുന്നത് ലൂണി നദി. ഉപ്പുരസമുള്ള നദി എന്നറിയപ്പെടുന്നത് ലൂണി നദി. സബർമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം അഹമ്മദാബാദ്. സബർമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം അഹമ്മദാബാദ്. വിന്ധ്യ സത്പുര പർവ്വനിരകൾക്കിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാച്ചില ചുരം, ഹിമാചൽ പ്രദേശ്. ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാച്ചില ചുരം, ഹിമാചൽ പ്രദേശ്. ഇന്ദിരാഗാന്ധി കനാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലെ. ഇന്ദിരാഗാന്ധി കനാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയില്. പൂനെ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മൂള, മുത്ത. മൂളയും മുത്തയും സംഗമിക്കുന്നിടത്ത്. ഓക്കെയാണേ. പൂനെ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ മൂള, മുത്ത നദികളാണ്. അതായത് മൂള നദിയും മുത്ത നദിയും സംഗമിക്കുന്നിടത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം, ജമ്മു കാശ്മീർ. ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗാ നദീതീരം. ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗാ നദീതീരം. വാരണാസി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗ.
ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ആഗ്ര സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ആഗ്ര സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാ? യമുനയാണ്. അലഹബാദിൽ പ്രയാഗ്രാജിൽ ഗംഗയുമായി സംഗമിക്കുന്ന നദികൾ യമുന, സരസ്വതി. അലഹബാദിൽ അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദികൾ ഏതാണ്? യമുനയും സരസ്വതിയുമാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി, ഒഡീഷയിൽ. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി, ഒഡീഷ. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി നദി, ഉത്തരാഖണ്ഡ്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി നദി, ഉത്തരാഖണ്ഡ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി, ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദികൾ ഏതൊക്കെയാണ്? സത്ലജ് നദിയാണ്, അത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലാണ്. മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദി, തമിഴ്നാട്. മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദി, തമിഴ്നാട്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണ്, ഇത് തെലങ്കാന ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? കൃഷ്ണ നദിയിലാണ്. ഈ അണക്കെട്ട് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്, ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്, ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീ കരാർ ഒപ്പുവെച്ച വർഷം 1960. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 ആണ്. സിന്ധു നദീ കരാറിൽ മധ്യസ്ഥം വഹിച്ച അന്താരാഷ്ട്ര സംഘടന ലോക ബാങ്ക്. സിന്ധു നദീ കരാറിൽ മധ്യസ്ഥം വഹിച്ച അന്താരാഷ്ട്ര സംഘടന ലോക ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം, അത് വരാഹി നദിയിലാണ്, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്, ഇത് വരാഹി നദി സ്ഥിതി ചെയ്യുന്നു, കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായി. ജോഗ് വെള്ളച്ചാട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗർസോപ്പ വെള്ളച്ചാട്ടം. സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ശരാവതി നദി, കർണാടക സംസ്ഥാനത്തിൽ. ജോഗ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഗർസോപ്പ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാ? ശരാവതി നദി, കർണാടകത്തില്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാ? ദാമോദർ നദിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലിയ നദി നർമ്മദ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലിയ നദി നർമ്മദ. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചലം നദിയുടെ തീരത്ത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചലം നദിയുടെ തീരത്ത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, കേരളം, തമിഴ്നാട്, പുതുച്ചേരി. ഓർത്തോളനെ, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം. കാവേരി നദീജല തർക്കത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി. ഇന്ത്യയിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആർവാരി നദി, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആർവാരി നദി, രാജസ്ഥാൻ. അറബിക്കടലിൽ പതിക്കാത്ത ഇന്ത്യയിലെ നദി ഗംഗാ നദി, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കാത്ത ഇന്ത്യൻ നദി ഗംഗാ നദി, അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗാ നദിയുടെ പ്രധാന വലതുകര പോഷക നദികളാണ് യമുനയും സോണും. ഗംഗാ നദിയുടെ പ്രധാന വലതുകര പോഷക നദികളാണ് യമുനയും സോണും. ഗംഗാ നദിയുടെ പ്രധാന ഇടതുകര പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഗംഗാ നദിയുടെ പ്രധാന സിന്ധു നദിയുടെ പോഷക നദികളായ പഞ്ചനദികളാണ് ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളായ പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നിവയാണ്. തെക്കൻ നദികളിൽ ഉത്തരേന്ത്യൻ നദികളുമായി സാമീപ്യമുള്ള ഒരേ ഒരു നദി കൃഷ്ണ നദി. തെക്കൻ നദികളിൽ ഉത്തരേന്ത്യൻ നദികളുമായി സാമീപ്യമുള്ള ഒരേ ഒരു നദി കൃഷ്ണ നദി. താപ്തി നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. താപ്തി നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നദി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. ആസാം താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ബ്രഹ്മപുത്ര. ആസാം താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ബ്രഹ്മപുത്ര. ചെമ്പൂർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? യമുന നദിയുടെ. ചെമ്പൂർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? യമുന നദിയുടെ. ഗാന്ധിസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചെമ്പൽ നദിയിലെ, മധ്യപ്രദേശിലെ. ഗാന്ധിസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചെമ്പൽ നദിയിലെ, മധ്യപ്രദേശ് സംസ്ഥാനത്തില്. ദാമോദർ നദി ഏത് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ജാർഖണ്ഡില്. ദാമോദർ നദി ഏത് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നാണ്, ഇത് ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ പ്രധാന അന്തർ സംസ്ഥാന നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ
ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. ഇന്ത്യയിലെ പ്രധാന അന്തർ സംസ്ഥാന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ചമ്പൽ. യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചമ്പലാണ്. കൽക്കട്ട നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗയുടെ പ്രധാന കൈവഴിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈവിധ്യ പദ്ധതികളുള്ള നദി നർമ്മദ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ നദി. ഗോദാവരി നദി പതിക്കുന്നത് എവിടെ? ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി നദി പതിക്കുന്നത് എവിടെ? ബംഗാൾ ഉൾക്കടലിൽ. മഹാരാഷ്ട്രയിലെ നാസിക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരിയുടെ തീരത്ത്. മഹാരാഷ്ട്രയിലെ നാസിക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ്. വിജയവാഡ നഗരം ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ. വിജയവാഡ നഗരം ഏത് നദിയുടെ തീരത്താ? കൃഷ്ണ നദിയുടെ. ചെന്നൈ നഗരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ തടാകം പുഴൽ തടാകം അഥവാ റെഡ് ഹിൽസ് തടാകം എന്നറിയപ്പെടുന്നു. ചെന്നൈ നഗരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ തടാകം എന്നറിയപ്പെടുന്നത് പുഴൽ തടാകം അഥവാ റെഡ് ഹിൽസ് തടാകം. പാക് കടലിടുക്കിലൂടെ ഒഴുകുന്ന നദി വൈഗ നദി തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. പാക് കടലിടുക്കിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് വൈഗ നദിയാണ്. ഇത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായി ഒഴുകുന്ന നദിയാണ്. ചമ്പ്രാംപക്കം തടാകം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ്രാംപക്കം തടാകം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ചെന്നൈയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ പൂർണ്ണമായും ഒഴുകുന്ന ഉപദ്വീപീയ നദി ഗോദാവരി. ഇന്ത്യയിലൂടെ പൂർണ്ണമായും ഒഴുകുന്ന ഉപദ്വീപീയ നദി ഗോദാവരി. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി എന്നിവയാണ്. ഹിമാലയൻ നദികളുടെ സവിശേഷത പെട്ടെന്നുള്ള ഒഴുക്ക്, വലിയ ഡെൽറ്റകൾ രൂപീകരിക്കുന്നു, വർഷം മുഴുവൻ ജലം, വലിയ തടങ്ങൾ രൂപീകരിക്കുന്നു. ഹിമാലയൻ നദികളുടെ സവിശേഷത എന്താണ്? പെട്ടെന്നുള്ള ഒഴുക്ക്, വലിയ ഡെൽറ്റകൾ രൂപീകരിക്കുന്നു, വർഷം മുഴുവൻ ജലമുണ്ടായിരിക്കും, വലിയ തടങ്ങൾ സൃഷ്ടിക്കുന്നു. ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ: മൺസൂൺ മഴയെ ആശ്രയിക്കുന്നു, ചെറിയ തടങ്ങൾ രൂപീകരിക്കുന്നു, താരതമ്യേന ഒഴുക്ക് കുറവ്. ഉപദ്വീപീയ നദികളുടെ സവിശേഷത എന്താ? മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്നു, ചെറിയ തടങ്ങളാണ്, താരതമ്യേന കുറഞ്ഞ ഒഴുക്കാണ്. ഇന്ത്യൻ നദികളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഇന്ത്യൻ നദികളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. നർമ്മദ നദിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്ന പ്രധാന കനാൽ സർദാർ സരോവർ കനാൽ. നർമ്മദ നദിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്ന പ്രധാന കനാൽ സർദാർ സരോവർ കനാല്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചില്ലാസ്, ലഡാക്കിൽ വെച്ച്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചില്ലാസ്, ലഡാക്കിൽ വെച്ച്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം സദിയ, അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം സദിയ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന പ്രധാന നദി ബ്രഹ്മപുത്ര. തുംഗഭദ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ. തുംഗഭദ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ. അളകനന്ദയും ഭഗീരഥയും ഒരുമിച്ച് ഗംഗയായി മാറുന്ന സ്ഥലം ദേവപ്രയാഗ്, ഉത്തരാഖണ്ഡ്. അളകനന്ദയും ഭഗീരഥി നദിയും സംഗമിച്ച് ഗംഗയായി മാറുന്ന സ്ഥലം ദേവപ്രയാഗ്, ഉത്തരാഖണ്ഡ്. നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദി ഗംഗാ നദി. നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഗംഗാ നദി. ഇന്ത്യയിലെ നഗരവൽക്കരണത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന നദി യമുന നദി, മലിനീകരണം മൂലം. കേട്ടോ, ഇന്ത്യയിലെ നഗരവൽക്കരണത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന നദി ഏതാ? യമുന നദിയാണ്, ഓർക്കുക. ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച 100 ചോദ്യങ്ങൾ. ഇന്ത്യയിൽ പ്രധാനമായും എത്ര ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്? പ്രധാനമായും 4 ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് ശൈത്യകാലം, മറ്റൊന്ന് വേനൽക്കാലം, ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മറ്റൊന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ നമ്മൾ പറയും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന്. കേട്ടോ, അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും എത്ര ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്? 4 ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണവ? ശൈത്യകാലം, വേനൽക്കാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ത്? ഭൂമിയുടെ അച്യുതന്റെ ചരിവും സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? ഭൂമിയുടെ അച്യുതന്റെ ചരിവും സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും. ഇന്ത്യൻ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ. ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങളേവ?
ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ. ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം. ഇന്ത്യയിലെ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഋതു ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഋതു ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്ന മാസങ്ങളേവ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്ന മാസങ്ങളേവയാണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ. വടക്കു കിഴക്കൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ? ഒക്ടോബർ, നവംബർ മാസം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ അവനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഒക്ടോബർ, നവംബർ മാസങ്ങളാണ്. വേനൽക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ വീശുന്ന ചൂടേറിയ വരണ്ട കാറ്റാണ് ലൂ. വേനൽക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ വീശുന്ന ചൂടേറിയ വരണ്ട പൊടിക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താ? ലൂ എന്നാണ്. മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയയിൽ തന്നെ മൗസിൻഡ്രം 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം ചിറാപുഞ്ചി. ഇതിൽ മൗസിൻഡ്രത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രമാണ്. അപ്പോൾ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. മേഘാലയയിൽ തന്നെ മൗസിൻഡ്രം, ചിറാപുഞ്ചി മേഖലകളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതിൽ തന്നെ മൗസിൻഡ്രത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് മൗസിൻഡ്രമാണ്. ഇന്ത്യയിൽ ശൈത്യകാലത്ത് പഞ്ചാബിൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥതകൾ. ഇന്ത്യയിൽ ശൈത്യകാലത്ത് പഞ്ചാബിൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താ? പശ്ചിമ അസ്വസ്ഥതകൾ എന്നാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ദിശയിൽ നിന്നെന്ന് ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറ് നിന്നുമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ദിശ എന്ന് ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറ് നിന്നുമാണ്. മൺസൂൺ കാറ്റുകളുടെ 2 ശാഖകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് അറബിക്കടൽ ശാഖയും ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൺസൂൺ കാറ്റുകളുടെ 2 പ്രധാന ശാഖകൾ ഏവയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്തെന്ന് ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ്. ഇതാണ് വ്യത്യാസം കേട്ടോ. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിന്റെ കാലത്താ? വടക്ക് കിഴക്കൻ മൺസൂണിന്റെ കാലത്താണ്. അറബിക്കടൽ ശാഖയുടെ ഭാഗമായി ആദ്യം മൺസൂൺ ലഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇമ്പോർട്ടന്റ് ആണ്. അറബിക്കടൽ ശാഖയുടെ ഭാഗമായിട്ട് ആദ്യം മൺസൂൺ ലഭിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ഏതു തീരത്താണ് നാശനഷ്ടം വരുത്തുന്നതെന്ന് ചോദിച്ചാൽ കിഴക്കൻ തീരത്താണ്. അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളും ചേരുന്ന കിഴക്കൻ തീരമേഖലയിലാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തുന്നത്. വേനൽക്കാലത്ത് കേരളത്തിലും കർണാടകത്തിലും വീശുന്ന പ്രാദേശിക കാറ്റുകൾ അറിയപ്പെടുന്ന പേര് മാംഗോ ഷവറും ചെറി ബ്ലോസം ഷവറും. വേനൽക്കാലത്ത് കേരളത്തിലും കർണാടകയിലും വീശുന്ന പ്രാദേശിക കാറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താ? മാംഗോ ഷവറും ചെറി ബ്ലോസം ഷവറും. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. ആസാമിലും ബംഗാളിലെയും തേയില കൃഷിക്ക് സഹായിക്കുന്ന പ്രാദേശിക കാറ്റ് എന്നറിയപ്പെടുന്നത് നോർവെസ്റ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരുണ്ട് എന്താ? കാൽ ബൈശാഖി എന്ന്. ഓക്കെയാണേ. ആസാമിലും ബംഗാളിലും തേയില കൃഷിക്ക് സഹായിക്കുന്ന പ്രാദേശിക കാറ്റ് ഏതാ? നോർവെസ്റ്റേഴ്സ് ആണ്. ആ നോർവെസ്റ്റേഴ്സിന്റെ മറ്റൊരു പേരെന്താ? കാൽ ബൈശാഖി എന്ന്. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളേക? അക്ഷാംശ സ്ഥാനം, ഹിമാലയം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ജെറ്റ് പ്രവാഹങ്ങൾ, മൺസൂൺ കാറ്റുകൾ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാ? അക്ഷാംശ സ്ഥാനം, ഹിമാലയം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ജെറ്റ് പ്രവാഹങ്ങൾ, മൺസൂൺ കാറ്റുകൾ. ഏത് പ്രതിഭാസമാണ് മൺസൂൺ പൊട്ടിപ്പുറപ്പെടലിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളും ജെറ്റ് പ്രവാഹങ്ങളും. ഇതിൽ ഇമ്പോർട്ടന്റ് ജെറ്റ് പ്രവാഹങ്ങളാണ് കേട്ടോ. ഏത് പ്രതിഭാസമാണ് മൺസൂൺ പൊട്ടിപ്പുറപ്പെടലിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളും അതുപോലെ ജെറ്റ് പ്രവാഹങ്ങളും. മൺസൂൺ കാലത്ത് മധ്യ ഇന്ത്യയിൽ താപനില കൂടുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ഹീറ്റ്. മൺസൂൺ കാലത്ത് മധ്യ ഇന്ത്യയിൽ താപനില കൂടുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താ? ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ചൂട്. ഒക്ടോബർ ഹീറ്റ് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഒക്ടോബർ, നവംബർ മാസങ്ങൾ.
ഒക്ടോബർ ഹീറ്റ് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങൾ. അന്തരീക്ഷം ചൂടാവുകയും അമിതമായ ഈർപ്പം കാരണം അസഹനീയമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ഹീറ്റ് എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷം ചൂടാവുകയും അമിതമായ ഈർപ്പം കാരണം അസഹനീയമാവുകയും ചെയ്യുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ചൂട്. അയനരേഖാവാദങ്ങൾ അഥവാ ട്രേഡ് വിൻഡ്സ് ഇന്ത്യയുടെ ഏത് ദിശയിൽ നിന്നാണ് വീശുന്നതെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്ക് നിന്ന്. ഇമ്പോർട്ടന്റ് ആണ്. അയനരേഖാവാദങ്ങൾ അഥവാ ട്രേഡ് വിൻഡ്സ് ഇന്ത്യയുടെ ഏത് ദിശയിൽ നിന്നാണ് വീശുന്നത്? വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രം മേഘാലയ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രം മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശം 1 ജയ്സാമീർ രാജസ്ഥാൻ, 2 ലേ ലഡാക്ക് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശം 1 ജയ്സാമീർ രാജസ്ഥാൻ, 2 ലേ ലഡാക്ക് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പ്രധാനമായും മൺസൂൺ കാറ്റുകളെ ആശ്രയിച്ചുള്ള കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പ്രധാനമായും മൺസൂൺ കാറ്റുകളെ ആശ്രയിച്ചുള്ള കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും. ശൈത്യകാലത്ത് ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്നത് പശ്ചിമ അസ്വസ്ഥതകൾ മൂലം. ശൈത്യകാലത്ത് ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്നത് പശ്ചിമ അസ്വസ്ഥതകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ കാറ്റുകൾ എത്താൻ കാരണമാകുന്ന പ്രധാന ഘടകം ടിബറ്റൻ പീഠഭൂമിയിലെ ഉയർന്ന താപനിലയും അതുമൂലം ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും. ഇതൊക്കെ പഠിച്ചു വെച്ചോളണേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ കാറ്റുകൾ എത്താൻ കാരണമാകുന്ന പ്രധാന ഘടകം എന്താ? ടിബറ്റൻ പീഠഭൂമിയിലെ ഉയർന്ന താപനിലയും അതുമൂലം ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും. ഇന്ത്യയിൽ ശൈത്യകാലം താരതമ്യേന ചൂടില്ലാത്തതും വരണ്ടതുമാകാൻ കാരണം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിലെ ശൈത്യകാലം താരതമ്യേന ചൂടില്ലാത്തതും വരണ്ടതുമാകാൻ കാരണം എന്താ? കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വേനൽക്കാലത്ത് ഡെക്കാൻ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക മഴ മാംഗോ ഷവർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വേനൽക്കാലത്ത് ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക മഴ അറിയപ്പെടുന്ന പേര് മാംഗോ ഷവർ എന്ന്. സൂര്യൻ ഭൂമിതരയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസങ്ങളാണ്. 1 മാർച്ച് 21 അന്ന് വസന്ത വിഷുവും എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 23 ശരത് വിഷുവും എന്നും അറിയപ്പെടുന്നു. ജൂൺ മാസത്തിൽ സൂര്യൻ ഭൂമിയുടെ ഏത് രേഖയ്ക്ക് നേർ മുകളിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖയ്ക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേർ മുകളിലാണ് വരുന്നത്. ജൂൺ മാസത്തിൽ സൂര്യൻ ഭൂമിയുടെ ഏത് രേഖയ്ക്ക് നേർ മുകളിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേർ മുകളിലായിട്ട് വരുന്നു. ഡിസംബർ മാസത്തിൽ സൂര്യൻ ഭൂമിയുടെ ഏത് രേഖയ്ക്ക് നേർ മുകളിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ദക്ഷിണായന രേഖയ്ക്ക് അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെ മുകളിലാണ് വരുന്നത്. ഡിസംബർ മാസത്തിൽ സൂര്യൻ ഭൂമിയുടെ ഏത് രേഖയ്ക്ക് നേർ മുകളിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലാണ് വരുന്നത്. ഇതിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഏതിനെയാ? ദക്ഷിണായന രേഖയെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണയായി കാണുന്നത്? ഹിമാലയൻ താഴ്വരകളില്, വടക്കൻ സംസ്ഥാനങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ. ഓർത്തോളനെ, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണയായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഹിമാലയൻ താഴ്വരകളിലും വടക്കൻ സംസ്ഥാനങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലും. മൺസൂൺ കാറ്റുകൾക്ക് മുമ്പുള്ള മഴയ്ക്ക് കേരളത്തിൽ പറയപ്പെടുന്ന പേര് മാംഗോ ഷവർ അല്ലെങ്കിൽ ഏപ്രിൽ മഴയെന്ന്. മൺസൂൺ കാറ്റുകൾക്ക് മുമ്പ് ആ നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ കേരളത്തിൽ വേനൽ മഴ പെയ്യുമല്ലേ, അതിനറിയപ്പെടുന്ന പേരെന്താ? മാംഗോ ഷവർ അല്ലെങ്കിൽ ഏപ്രിൽ മഴയെന്ന്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യൻ ഋതുക്കളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മഴയുടെ ക്രമം തെറ്റുക, തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വർദ്ധിക്കുക, താപനില ഉയരുക. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യൻ ഋതുക്കളെ എങ്ങനെയാ ബാധിക്കുന്നത് ചോദിച്ചാൽ മഴയുടെ ക്രമം തെറ്റുന്നു, തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വർദ്ധിക്കുന്നു, താപനില ഉയരുന്നു. ഇന്ത്യയിലെ വരണ്ട ഋതു ഏതാണ്? ശൈത്യകാലം. ഇന്ത്യയിലെ വരണ്ട ഋതു എന്നറിയപ്പെടുന്നത് ശൈത്യകാലമാണ്. തെറ്റിപ്പോവരുത്, വേനൽക്കാലമല്ല. ഇന്ത്യയിലെ വരണ്ട ഋതു എന്നറിയപ്പെടുന്നത് ഏതാണ്? ശൈത്യകാലമാണ്. മൺസൂൺ കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് മഴ നൽകുന്നതെന്ന് ചോദിച്ചാൽ
കിഴക്കൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗംഗാ സമതലത്തിലും ഒക്കെയാണ്. മൺസൂൺ കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെടുക്കുന്ന കാറ്റുകൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് മഴ നൽകുന്നതെന്ന് ചോദിച്ചാൽ കിഴക്കൻ തീരമേഖല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതുപോലെ ഗംഗാ സമതലം എന്നീ പ്രദേശങ്ങളിലാണ്. അറബിക്കടൽ ശാഖ ഹിമാലയം വഴി കടന്നു പോകാത്തതിന് കാരണം ഹിമാലയത്തിന്റെ ഉയരം തന്നെയാണ്. അറബിക്കടൽ ശാഖ ഹിമാലയം വഴി കടന്നു പോകാത്തതിന് കാരണം ഹിമാലയത്തിന്റെ ഉയരമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ശൈത്യകാലം. ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാ? ശൈത്യകാലം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന മാസം ജൂൺ മാസം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന മാസം ജൂൺ മാസം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകൽ അനുഭവപ്പെടുന്ന മാസം ഡിസംബർ മാസം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകൽ അനുഭവപ്പെടുന്ന മാസം ഡിസംബർ മാസം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വന്ന വർഷം 1875. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വന്ന വർഷം 1875 ആണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾക്ക് ജന്മം നൽകുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾക്ക് ജന്മം നൽകുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്രധാന കാലാവസ്ഥാ പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം ചുഴലിക്കാറ്റുകൾ മൂലമുള്ള കനത്ത മഴയാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്രധാന കാലാവസ്ഥാ പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം ചുഴലിക്കാറ്റുകൾ മൂലമുള്ള കനത്ത മഴയാണ്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന പ്രാദേശിക കാറ്റാണ് കാൽ ബൈശാഖി. ഇത് കിഴക്കൻ മേഖലയിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇത് കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന പ്രാദേശിക കാറ്റ് കാൽ ബൈശാഖി തന്നെയാണ്. പക്ഷേ ഈ കാൽ ബൈശാഖി ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒന്ന് കിഴക്കൻ മേഖലയിലാണ് എന്ന് ഓർക്കുക, അതായത് വെസ്റ്റ് ബംഗാൾ മേഖലകളിൽ. മൺസൂൺ ഇടവേളകൾ അഥവാ മൺസൂൺ ബ്രേക്ക് സാധാരണയായി ഏത് മാസങ്ങളിലാണ് അനുഭവിക്കാറ്? ഓഗസ്റ്റ് മാസങ്ങളിൽ. മൺസൂൺ ഇടവേളകൾ അഥവാ മൺസൂൺ ബ്രേക്ക് സാധാരണയായി ഏത് മാസങ്ങളിലാണ് അനുഭവിക്കാറെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് മാസത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്തിലെ ചില പ്രദേശങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ ചില ഭാഗങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത് രാജസ്ഥാൻ, ഗുജറാത്തിലെ ചില പ്രദേശങ്ങൾ, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ചില പ്രദേശങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ് താഴ്വര, ലഡാക്കിന്റെ ഭാഗം. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ് താഴ്വര, ലഡാക്ക്. ശൈത്യകാലത്ത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും സാധാരണയായി ലഭിക്കുന്ന മഴയുടെ പ്രധാന രൂപം മഞ്ഞാണ്. ശൈത്യകാലത്ത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും സാധാരണയായി ലഭിക്കുന്ന മഴയുടെ പ്രധാന രൂപം എങ്ങനെയാണ്? മഞ്ഞ് രൂപത്തിലാണ്. വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി കടക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ മൺസൂൺ കാറ്റുകൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്കൻ ദിശയിലേക്ക്. ബംഗാൾ ഉൾക്കടലിന്റെ മൺസൂൺ ശാഖകൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? വടക്ക് കിഴക്കൻ ദിശയിലേക്കാണ്. മൺസൂൺ പിൻവാങ്ങൽ കാലത്ത് ആകാശം തെളിഞ്ഞതും താപനില ഉയർന്നതിനും കാരണം ചോദിച്ചാൽ മൺസൂൺ മേഘങ്ങൾ പിൻവാങ്ങുന്നതിനാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ആകാശം തെളിഞ്ഞതും താപനില ഉയരുന്നതുമാകുന്നതിന് കാരണം മൺസൂൺ മേഘങ്ങൾ പിൻവാങ്ങുന്നതിനാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഇന്ത്യൻ മൺസൂണിന്റെ ദൈർഘ്യം ഏകദേശം എത്ര മാസമാണ്? 3 മുതൽ 4 മാസം വരെ, അതായത് ജൂണിൽ ആരംഭിച്ച് സെപ്റ്റംബർ മാസം വരെ. ഇന്ത്യൻ മൺസൂണിന്റെ ദൈർഘ്യം ഏകദേശം എത്ര മാസം വരെ എന്ന് ചോദിച്ചാൽ 3 മുതൽ 4 മാസം വരെയാണ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ. മൺസൂൺ കാറ്റുകൾ ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ മഴ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വരൾച്ച. മൺസൂൺ കാറ്റുകൾ ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ മഴ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വരൾച്ച. മൺസൂൺ കാറ്റുകൾ ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം വെള്ളപ്പൊക്കം. മൺസൂൺ കാറ്റുകൾ ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം എന്താ? വെള്ളപ്പൊക്കം. ചൂട് കാറ്റുകൾ ഏറ്റവും അധികം വീശുന്നത് ഏത് പ്രദേശങ്ങളിലാണ്? വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ. ചൂട് കാറ്റുകൾ ഏറ്റവും അധികം വീശുന്നത് ഏത് പ്രദേശങ്ങളിലാണ്? വടക്കേ ഇന്ത്യൻ സമതലങ്ങളിലാണ്. ഇന്ത്യയിലെ കാലാവസ്ഥയെ അഥവാ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന് വിളിക്കാൻ കാരണം മൺസൂൺ കാറ്റുകളുടെ സ്വാധീനമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇന്ത്യൻ കാലാവസ്ഥയെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന് വിളിക്കാൻ കാരണം മൺസൂൺ കാറ്റുകളുടെ സ്വാധീനമാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. സൂര്യരശ്മികൾ ഏറ്റവും കുത്തനെയുള്ളതും ചൂട് കൂടുതലുള്ളതുമായ മാസങ്ങൾ മെയ്, ജൂൺ മാസങ്ങൾ.
സൂര്യരശ്മികൾ ഏറ്റവും കുത്തനെ പതിക്കുന്നതും ചൂട് കൂടുതലുള്ളതുമായ മാസങ്ങൾ മെയ് ജൂൺ മാസങ്ങൾ. ഏറ്റവും കൂടുതൽ ദിനരാത്രങ്ങൾ സമമായി അനുഭവപ്പെടുന്ന ദിവസം മാർച്ച് 21, സെപ്റ്റംബർ 23. ഇവയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ദിനരാത്രങ്ങൾ സമമായി അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ 2 ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സമരാത്ര ദിനങ്ങൾ എന്ന്. കാൽബൈശാഖി പ്രധാനമായും ഏത് വിളയെയാണ് സഹായിക്കുന്നത്? നെല്ല്, ചണം, തേയില എന്നീ വിളകളെയാണ്. കാൽബൈശാഖി പ്രധാനമായും ഏത് വിളകളെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ നെല്ല്, ചണം, തേയില എന്നീ വിളകളെയാണ്. ഇന്ത്യയിലെ ഋതുക്കളുടെ വ്യതിയാനം എന്തിനെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സൂര്യന്റെ ആപേക്ഷിക ചലനത്തെയും അതുമൂലം ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളെയും. ഇന്ത്യയിലെ ഋതുക്കളുടെ വ്യതിയാനം എന്തിനെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സൂര്യന്റെ ആപേക്ഷിക ചലനത്തെയും അതുമൂലമുണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളെയും. അറബിക്കടൽ ശാഖ ഏത് മലനിരകളിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരം പശ്ചിമഘട്ടം. അറബിക്കടൽ ശാഖ ഏത് മലനിരകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിരകളിലൂടെ. അറബിക്കടൽ ശാഖ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് ഏത് പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ചെരുവിലാണ്? പശ്ചിമഘട്ട പർവ്വതനിരയുടെ. അറബിക്കടൽ ശാഖ ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് ഏത് പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ചെരുവിലാണ്? പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവിലാണ്. അറബിക്കടൽ ശാഖ മഴ നൽകാതെ കടന്നു പോകുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമിയുടെ മഴനിഴൽ പ്രദേശം. അറബിക്കടൽ ശാഖ മഴ നൽകാതെ കടന്നു പോകുന്ന പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ മഴനിഴൽ പ്രദേശങ്ങളില്. ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് മഴ ലഭിക്കാതെ കടന്നു പോകുന്ന പ്രദേശം രാജസ്ഥാൻ, ഗുജറാത്ത് ചില പ്രദേശങ്ങളില്. ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് മഴ ലഭിക്കാതെ കടന്നു പോകുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ചില പ്രദേശങ്ങളിലൂടെയാണ്. പടിഞ്ഞാറൻ അസ്വസ്ഥതകൾ ഇന്ത്യയിലേക്ക് എത്താൻ സഹായിക്കുന്ന കാറ്റ് ജെറ്റ് പ്രവാഹങ്ങൾ. പടിഞ്ഞാറൻ അസ്വസ്ഥതകൾ ഇന്ത്യയിലേക്ക് എത്താൻ സഹായിക്കുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. കാലവർഷ ആരംഭത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ മഴയാണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്. കാലവർഷ ആരംഭത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ മഴയാണ് ഇടവപ്പാതി. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വരണ്ട അവസ്ഥ അനുഭവപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വരണ്ട അവസ്ഥ അനുഭവപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. മൺസൂൺ മഴ ലഭിക്കാതെ കടന്നു പോകുന്ന പ്രദേശങ്ങളെ എന്ത് പേരിൽ വിളിക്കുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. മൺസൂൺ മഴ ലഭിക്കാതെ കടന്നു പോകുന്ന പ്രദേശങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. താർ മരുഭൂമിയിൽ മഴ കുറയാൻ കാരണം അറബിക്കടൽ ശാഖയുടെ ദിശയും ആരവല്ലി മലനിരകളുടെ സ്ഥാനവും. ഇമ്പോർട്ടന്റ് ആണ്. താർ മരുഭൂമിയിൽ മഴ കുറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അറബിക്കടൽ ശാഖയുടെ ദിശയിലുള്ള വ്യത്യാസം, അതുപോലെ ആരവല്ലി മലനിരകളുടെ സ്ഥാനവുമാണ്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന ശൈത്യകാല മാസങ്ങളാണ് ജനുവരി മാസം. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന ശൈത്യകാല മാസം എന്ന് ചോദിച്ചാൽ ജനുവരി മാസം. വേനൽക്കാലത്ത് ഇന്ത്യയിലെ കരഭാഗം വേഗത്തിൽ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇങ്ങനെയുള്ള പോയിന്റ് ഒക്കെ ചോദിക്കും കേട്ടോ. വേനൽക്കാലത്ത് ഇന്ത്യയിലെ കരഭാഗം വേഗത്തിൽ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളും മൺസൂൺ കാറ്റുകളും തമ്മിലുള്ള ബന്ധം ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്ക് കാറ്റുകൾ വീശുന്നു. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനങ്ങളും മൺസൂൺ കാറ്റുകളും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്ക് കാറ്റുകൾ വീശുന്നു. ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന സമുദ്ര പ്രതിഭാസമാണ് എൽ നിനോ പ്രതിഭാസം. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ മൺസൂണിനെ സ്വാധീനിക്കുന്ന സമുദ്ര പ്രതിഭാസം എന്നറിയപ്പെടുന്നത് എൽ നിനോ പ്രതിഭാസം. എൽ നിനോ ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മൺസൂൺ മഴ ദുർബലമാകുന്നു അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നു. എൽ നിനോ ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മൺസൂൺ മഴ ദുർബലമാക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വൈകിപ്പിക്കുന്നു. ലാനിന ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സഹായിക്കുന്നു. ആര്? ലാനിന പ്രതിഭാസം. അപ്പോൾ ലാനിന പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സഹായിക്കുന്നു. ചുഴലിക്കാറ്റുകൾക്ക് കാരണമാകുന്ന പ്രധാന ഊർജ്ജ സ്രോതസ് സമുദ്ര ഉപരിതലത്തിലെ ഉയർന്ന താപനിലയും നീരാവിയും. ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുവാൻ കാരണമാകുന്ന പ്രധാന ഊർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്നത് സമുദ്രോപരിതലത്തിലെ ഉയർന്ന താപനിലയും നീരാവിയും. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പിൻവാങ്ങുന്ന മൺസൂൺ എന്ന് പറയാൻ കാരണം മൺസൂൺ കാറ്റുകൾ കരയിൽ നിന്നും കടലിലേക്ക് തിരിച്ചു വീശുന്നത് കൊണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പിൻവാങ്ങുന്ന മൺസൂൺ എന്ന് പറയാൻ കാരണം എന്താ? മൺസൂൺ കാറ്റുകൾ കരയിൽ നിന്നും കടലിലേക്ക് തിരിച്ചു വീശുന്നത് കൊണ്ടാണ്. ദക്ഷിണേന്ത്യൻ നദികളിൽ ജലം നിറയ്ക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഋതു തെക്കു പടിഞ്ഞാറൻ മൺസൂണ്.
ദക്ഷിണേന്ത്യയിൽ നദികളിൽ ജലം നിറയ്ക്കാനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഋതു ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഹിമാലയൻ നദികളിൽ വേനൽക്കാലത്ത് ജലം ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം മഞ്ഞുവീഴ്ച ഉരുകുന്നത് മൂലം. ഹിമാലയൻ നദികളിൽ വേനൽക്കാലത്ത് ജലം ലഭിക്കുന്നതിന് പ്രധാന കാരണം മഞ്ഞുവീഴ്ച ഉരുകുന്നത് കൊണ്ട്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് കിഴക്കൻ തീരത്ത് മഴ ലഭിക്കാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് കരയിലേക്ക് വീശുന്ന കാറ്റുകൾ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് കിഴക്കൻ തീരത്ത് മഴ ലഭിക്കാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് കരയിലേക്ക് വീശുന്ന കാറ്റുകൾ. മൺസൂൺ കാറ്റുകൾ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കൃഷിയെയും ജലസേചനത്തെയും നിർണ്ണയിക്കുന്നത് മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിലെ മൺസൂൺ കാറ്റുകൾ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃഷിയെയും ജലസേചനത്തെയും നിർണ്ണയിക്കുന്നത് ആരാ? മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിലെ വരൾച്ചയ്ക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ പ്രതിഭാസം മൺസൂൺ മഴയുടെ കുറവാണ്. ഇന്ത്യയിലെ വരൾച്ചയ്ക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ പ്രതിഭാസം എന്നറിയപ്പെടുന്നത് മൺസൂൺ മഴയുടെ കുറവാണ്. രാജസ്ഥാനിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകാത്തതിന് കാരണം ചോദിച്ചാൽ പശ്ചിമ അസ്വസ്ഥതകൾ ഹിമാലയൻ മലനിരകളാൽ തടസ്സമുണ്ടാകുന്നത് കൊണ്ടാണ്. രാജസ്ഥാനിലെ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകാത്തതിന് കാരണം ചോദിച്ചാൽ പശ്ചിമ അസ്വസ്ഥതകൾ ഹിമാലയൻ മലനിരകളാൽ തടസ്സമുണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യയിലെ പർവ്വത പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്ന കാറ്റ് പശ്ചിമ അസ്വസ്ഥതകൾ. ഇന്ത്യയിലെ പർവ്വത പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് പശ്ചിമ അസ്വസ്ഥതകളാണ്. മൺസൂൺ കാലത്ത് മധ്യ ഇന്ത്യയിൽ താപനില ഉയരുമ്പോൾ വീശുന്ന കാറ്റ് പ്രാദേശിക കാറ്റുകൾ. മൺസൂൺ കാലത്ത് മധ്യ ഇന്ത്യയിലെ താപനില ഉയരുമ്പോൾ വീശുന്ന കാറ്റാണ് പ്രാദേശിക കാറ്റുകൾ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തമിഴ്നാടിന്റെ മഴക്കാലം എന്ന്. ഇമ്പോർട്ടന്റ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തമിഴ്നാടിന്റെ മഴക്കാലം എന്ന്. ഇന്ത്യയിലെ കൃഷി മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഋതു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യൻ കൃഷി മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഋതു ഏതാ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഋതുഭേദങ്ങൾ ഒരു രാജ്യത്തിന്റെ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വിവിധ ഋതുക്കൾക്ക് അനുയോജ്യമായ സസ്യജന്തുജാലങ്ങൾ വളരുന്നു. ഋതുഭേദങ്ങൾ ഒരു രാജ്യത്തിന്റെ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എങ്ങനെയാ സ്വാധീനിക്കുന്നത്? വിവിധ ഋതുക്കൾ അനുയോജ്യമായ സസ്യജന്തുജാലങ്ങൾ വളരുന്നു. ഇന്ത്യയിലെ ഋതുക്കളുടെ പ്രാധാന്യം ഒരു വാക്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെയും ജീവിത രീതികളെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഋതുക്കൾ. ഇന്ത്യയിലെ ഋതുക്കളുടെ പ്രാധാന്യം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെയും ജീവിത രീതികളെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഋതു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 8057 വിപ്ലവവുമായി ബന്ധപ്പെട്ട 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക, 8057 വിപ്ലവവുമായി ബന്ധപ്പെട്ട 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് മാസം 10-ാം തീയതി. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് മാസം 10-ാം തീയതി. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ ഏത് റെജിമെന്റിലെ ശിപ്പായി ആയിരുന്നു ചോദിച്ചാൽ 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ബരക്പൂർ. ഓർക്കണേ, മംഗൽ പാണ്ഡെ ഏത് റെജിമെന്റിലെ ശിപ്പായി ആയിരുന്നു ചോദിച്ചാൽ 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയുടെ ഭാഗമായിരുന്നു മംഗൽ പാണ്ഡെ. അതുപോലെ തന്നെ അത് ബരക്പൂരിലായിരുന്നു. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എവിടെ വെച്ച്? ബരക്പൂരിൽ വെച്ച്. വർഷം 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ബരക്പൂരിൽ വെച്ചാണ്. വർഷം 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണം പുതിയ എൻഫീൽഡ് റൈഫിൾസ് ഉപയോഗിച്ച മൃഗക്കൊഴുപ്പ് കലർന്ന തിരകൾ. 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണം പുതിയ എൻഫീൽഡ് റൈഫിളിൽ ഉപയോഗിച്ച മൃഗക്കൊഴുപ്പ് കലർന്ന തിരകൾ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേസ്റ്റൺ പ്രഭു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് പാൽമേസ്റ്റൺ പ്രഭു ആയിരുന്നു. വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? അതായത് 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ താമരയും റൊട്ടിയും, അല്ലെങ്കിൽ താമരയും ചപ്പാത്തിയും. രണ്ടും ശരിയാണ്. റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും റൊട്ടിയും, അല്ലെങ്കിൽ നമുക്ക് പറയാം താമരയും ചപ്പാത്തിയും.
1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, അതായത് ബഹദൂർ ഷാ സഫർ എന്നാണ് അദ്ദേഹത്തെ യഥാർത്ഥ നാമം. അതിനോടൊപ്പം ജനറൽ ഭക്ത് ഖാനും. ഡൽഹിയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഒന്നിൽ ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താ? ബഹദൂർ ഷാ സഫർ എന്ന്. അതിനോടൊപ്പം തന്നെ ഭക്ത് ഖാനും ചേർന്നായിരുന്നു. ലക്നൌവിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ലക്നൌവിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയാണ്. ഝാൻസിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയാണ്. അലഹബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി ലിയാഖത്ത് അലിയാണ്. അലഹബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ? മൗലവി ലിയാഖത്ത് അലിയാണ്. ബീഹാറിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ജഗദീഷ്പൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ബീഹാറിൽ അല്ലെങ്കിൽ ജഗദീഷ്പൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ? കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ബറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. വലിയ തോതിലുള്ള സൈനിക കലാപമായിരുന്നു ഈ വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ടത് സർ ജോൺ ലോറൻസ് ആണ്. വലിയ തോതിലുള്ള സൈനിക കലാപമായിരുന്നു 1857 വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ടത് സർ ജോൺ ലോറൻസ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു സൈനിക കലാപം മാത്രമായിരുന്നു 1857 റിവോൾട്ട് എന്ന് പറഞ്ഞത് ആരാ? സർ ജോൺ ലോറൻസ് ആണ്. ഈ വിപ്ലവം ഒരു ദേശീയ പ്രക്ഷോഭമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ബെഞ്ചമിൻ ഡ്രിസേലിയാണ്. 1857 വിപ്ലവത്തെ ഒരു ദേശീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞത് ആരാ? ബെഞ്ചമിൻ ഡ്രിസേലിയാണ്. ഇതൊരു ശിപ്പായി ലഹള മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ സീലെയാണ്. ഓർക്കണേ, നമ്മുടെ 1857 റിവോൾട്ട് ഒരു ശിപ്പായി ലഹള മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ സീലെയാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത് വി ഡി സവാർക്കർ ആണ്. ഓർക്കണേ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത് ആരാ? വി ഡി സവാർക്കർ ആണ്. ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച പുസ്തകം എഴുതിയതാരെന്ന് ചോദിച്ചാൽ വി ഡി സവാർക്കർ ആണ്. ഓർക്കണേ, 1857 റിവോൾട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? വി ഡി സവാർക്കർ ആണ്. 1857 വിപ്ലവത്തെ കുറിച്ച് ദ സിപ്പായി മുട്ടനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം എഴുതിയത് ആരാ? ആസി മജൂംദാർ ആണ്. ഈ പുസ്തകം ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തെ കുറിച്ചുള്ള ദ സിപ്പായി മ്യൂട്ടനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആസി മജൂംദാർ ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടനി എന്ന പുസ്തകം എഴുതിയത് ടി ആർ ഹോംസ് ആണ്. ഓർക്കണേ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടനി എന്ന പുസ്തകം എഴുതിയത് ടി ആർ ഹോംസ് ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി ഡി സർവാക്കർ ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി ഡി സർവാക്കർ ആണ്. വിപ്ലവം അടിച്ചമർത്താൻ ഡൽഹിയിൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജോൺ നിക്കോൾസൺ ആണ്. വിപ്ലവം അടിച്ചമർത്താൻ, അതായത് 1857 വിപ്ലവം അടിച്ചമർത്താൻ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാ? ബ്രിട്ടീഷ് ഓഫീസർ ജോൺ നിക്കോൾസൺ ആണ്. വിപ്ലവം അടിച്ചമർത്താൻ കാൺപൂരിൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ സർ കോളിൻ ക്യാമ്പൽ ആണ്. 1857 റിവോൾട്ടിന്റെ ഭാഗമായിട്ട് കാൺപൂരിൽ നടന്ന വിപ്ലവത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാ? സർ കോളിൻ ക്യാമ്പൽ ആണ്. വിപ്ലവം അടിച്ചമർത്താൻ ലക്നൌവിൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ സർ കോളിൻ ക്യാമ്പൽ തന്നെയാണ്. 1857 റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ലക്നൌവിൽ നടന്ന വിപ്ലവം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാ? സർ കോളിൻ ക്യാമ്പൽ ആണ്. വിപ്ലവം അടിച്ചമർത്താൻ ഝാൻസിയിൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ഹ്യൂഗോ റോസ് ആണ്. 1857 റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ഝാൻസിയിൽ നടന്ന റിവോൾട്ട് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാ? ഹ്യൂഗോ റോസ് ആണ്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുഭായി. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുഭായി. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ധോണ്ടുപന്ത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധോണ്ടുപന്ത് എന്നാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്ത നാട്ടുരാജ്യം സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്ത നാട്ടുരാജ്യം ഏതാ?
സത്താറ. നാനാ സാഹിബിന്റെ ദത്തുപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ ദത്തുപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാ? താന്തിയ തോപ്പിനെയാണ്. ഗൂർഖ റെജിമെന്റ് വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് എവിടെ വെച്ച്? ഉത്തരം ഡൽഹിയിൽ വെച്ചാണ് കേട്ടോ. ഗൂർഖ റെജിമെന്റ് വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് എവിടെ വെച്ചാ? ഡൽഹിയിൽ വെച്ച്. 1857 വിപ്ലവത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റപ്പെട്ടു. 1857 വിപ്ലവത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റപ്പെട്ടു. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചതാര്? ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ രാജ്ഞി. ഓർക്കണേ, 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചതാരാണ്? ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ രാജ്ഞി. ഇന്ത്യൻ ഭരണത്തിന്റെ നിയന്ത്രണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്ത പ്രഖ്യാപനം പുറപ്പെടുവിച്ച വർഷം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓർക്കണേ, ഇന്ത്യൻ ഭരണത്തിന്റെ നിയന്ത്രണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്ത പ്രഖ്യാപനം പുറപ്പെടുവിച്ച വർഷം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം കാനിംഗ് പ്രഭു എവിടെ വെച്ചാണ് വായിച്ചതെന്ന് ചോദിച്ചാൽ അലഹബാദ് വെച്ച്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എവിടെ വെച്ചാണ് കാനിംഗ് പ്രഭു വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് വെച്ച്. ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് വൈസ്രോയി എന്ന് മാറ്റിയത് ആരുടെ കാലത്ത്? കാനിംഗ് പ്രഭുവിന്റെ കാലത്ത്. ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് വൈസ്രോയി എന്ന് മാറ്റിയത് ആരുടെ കാലത്താ? കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാ? കാനിംഗ് പ്രഭുവാണ്. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത അവസാനത്തെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് താന്തിയ തോപ്പിയാണ്. 1859 താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത്. ഓർക്കണം, 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത അവസാനത്തെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയെ 1859 തൂക്കിലേറ്റി. വിപ്ലവത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ വയസ്സുള്ള നേതാവ് എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു കേട്ടോ മരിക്കുമ്പോൾ. അപ്പോൾ വിപ്ലവത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ വയസ്സുള്ള നേതാവ് ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. 1857 റിവോൾട്ടിനെ വടക്കൻ പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? VD സർവാക്കർ ആണ്. നവനാഗരികതയുടെ ഭാവിയെക്കുറിച്ചുള്ള പോരാട്ടം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. നവനാഗരികതയുടെ ഭാവിയെക്കുറിച്ചുള്ള പോരാട്ടം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാ? SB ചൗധരിയാണ്. 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണം ശിപ്പായിമാരുടെ അസംതൃപ്തിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് SN സെൻ ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണം ശിപ്പായിമാരുടെ അസംതൃപ്തിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? SN സെൻ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് RC മജുംദാർ ആണ്. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ആരാ? RC മജുംദാർ ആണ്. കലാപത്തെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മംഗൽ പാണ്ഡെ വെടിവെച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണെന്ന് ചോദിച്ചാൽ ലഫ്റ്റനന്റ് ബോഗും സർജന്റ് മേജർ ഹ്യൂസനുമാണ്. ഓർക്കണേ, 1857 കലാപം തുടങ്ങുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മംഗൽ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പേരെന്താ? ലഫ്റ്റനന്റ് ബോഗും സർജന്റ് മേജർ ഹ്യൂസനും. നാനാ സാഹിബിന്റെ മന്ത്രിയും സൈന്യാധിപനുമായിരുന്നത് ആര്? അസീമുള്ള ഖാൻ. നാനാ സാഹിബിന്റെ മന്ത്രിയും സൈന്യാധിപനുമായിരുന്നത് ആരാണ്? അസീമുള്ള ഖാൻ ആണ്. റാണി ലക്ഷ്മിഭായിയുടെ സൈനിക മേധാവി താന്തിയ തോപ്പി. റാണി ലക്ഷ്മിഭായിയുടെ സൈനിക മേധാവി ആരായിരുന്നു? താന്തിയ തോപ്പി ആയിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബിന്റെ പ്രതിനിധിയായിരുന്നത് താന്തിയ തോപ്പി. കാൺപൂരിൽ നാനാ സാഹിബിന്റെ പ്രതിനിധിയായിരുന്നത് ആരാ? താന്തിയ തോപ്പിയായിരുന്നു. റാണി ലക്ഷ്മിഭായിയുടെ പ്രിയപ്പെട്ട കുതിരയുടെ പേര് പവൻ. മറക്കരുത്, റാണി ലക്ഷ്മിഭായിയുടെ പ്രിയപ്പെട്ട കുതിരയുടെ പേരെന്തായിരുന്നു? പവൻ. കലാപകാലത്ത് കാനിംഗ് പ്രഭുവിന്റെ ആസ്ഥാനം അലഹബാദ്. ഓർക്കണേ, 1857 കലാപം നടക്കുന്ന സമയത്ത് കാനിംഗ് പ്രഭുവിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? അലഹബാദ് ആയിരുന്നു. 1857 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട വർഷം 1859. 1857 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട വർഷം 1859. വിപ്ലവത്തിന് ശേഷം രൂപീകരിച്ച സൈനിക കമ്മീഷനാണ് പീൽ കമ്മീഷൻ. ഓർക്കണേ, 1857 വിപ്ലവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സൈനിക കമ്മീഷന്റെ പേരെന്താ? പീൽ കമ്മീഷൻ. പീൽ കമ്മീഷന്റെ പ്രധാന ശുപാർശയായിരുന്നു സൈന്യത്തിൽ ബ്രിട്ടീഷ് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അപ്പോൾ പീൽ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്തായിരുന്നു?
സൈന്യത്തിൽ ബ്രിട്ടീഷ് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? ഉത്തരം റങ്കൂണിലേക്ക്. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എവിടേക്ക് നാടുകടത്തി? ഉത്തരം റങ്കൂണിലേക്കാണ്. റങ്കൂൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബർമയില്, ഇന്നത്തെ മ്യാൻമറിൽ കേട്ടോ. അപ്പൊ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? റങ്കൂണിലേക്കാണ്. അത് അന്നത്തെ ബർമയിലായിരുന്നു. ബർമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മ്യാൻമർ എന്ന രാജ്യം. ബഹദൂർ ഷാ സഫർ മരിച്ച വർഷം 1862. ബഹദൂർ ഷാ സഫർ മരിച്ച വർഷം 1862. കലാപത്തിൽ പങ്കെടുത്ത ഏക പ്രധാന ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ സഫർ ആണ്. 1857 കലാപത്തിൽ പങ്കെടുത്ത ഏക പ്രധാന ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ സഫർ ആയിരുന്നു. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ സൈനികർ പങ്കെടുത്ത സംസ്ഥാനം അവധ് അല്ലെങ്കിൽ അവധാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ സൈനികർ പങ്കെടുത്ത സംസ്ഥാനം ഏതായിരുന്നു ആ സമയത്ത്? അവധ് അല്ലെങ്കിൽ അവധായിരുന്നു. വിപ്ലവത്തിന് ശേഷം സൈനികരിൽ ഇന്ത്യക്കാരുടെ എണ്ണം ബ്രിട്ടീഷുകാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുന്ന രീതി 2:1 ആയിരുന്നു. അതായത് 2 ഇന്ത്യക്കാർക്ക് 1 ബ്രിട്ടീഷുകാരൻ എന്ന കണക്ക് കേട്ടോ. അപ്പോൾ 1857 വിപ്ലവത്തിന് ശേഷം സൈനികരിൽ ഇന്ത്യക്കാരുടെ എണ്ണം ബ്രിട്ടീഷുകാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്ത രീതി 2:1 എന്നായിരുന്നു. അതായത് 2 ഇന്ത്യക്കാർക്ക് 1 ബ്രിട്ടീഷുകാരൻ എന്ന കണക്ക്. ഏത് പ്രവിശ്യയാണ് ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത്? അവധ് അല്ലെങ്കിൽ അവധാണ് കേട്ടോ. ഏത് പ്രവിശ്യയാണ് ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവധ് അല്ലെങ്കിൽ അവധാണ്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ട വർഷം 1874. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ട വർഷം ചോദിച്ചാൽ 1874 ആണ്. 1857 വിപ്ലവത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷൻ പീൽ കമ്മീഷൻ. 1857 വിപ്ലവത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷൻ പീൽ കമ്മീഷൻ. അവധിലെ കലാപം അടിച്ചമർത്തിയത് ഹെൻറി ലോറൻസ് ആണ്. അവധിലെ കലാപം അടിച്ചമർത്തിയത് ആരാ? ഹെൻറി ലോറൻസ് ആണ്. വിപ്ലവത്തിന്റെ പ്രധാന രാഷ്ട്രീയ കാരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണവും ദത്തവകാശ നിരോധന നിയമവും. വിപ്ലവത്തിന്റെ 1857 വിപ്ലവത്തിന്റെ പ്രധാന രാഷ്ട്രീയ കാരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണവും മറ്റൊന്ന് ദത്തവകാശ നിരോധന നിയമവും. 1857 വിപ്ലവത്തിന്റെ പ്രധാന സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് നയങ്ങൾ മൂലം കർഷകരുടെ ദുരിതവും കരകൗശല തൊഴിലാളികളുടെ തകർച്ചയും. 1857 വിപ്ലവത്തിന്റെ പ്രധാന സാമ്പത്തിക കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നയങ്ങൾ മൂലം കർഷകരുടെ ദുരിതവും കരകൗശല തൊഴിലാളികളുടെ തകർച്ചയും. 1857 വിപ്ലവത്തിന് പിന്നിലെ പ്രധാന മതപരമായ കാരണങ്ങൾ ചോദിച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം, പള്ളികൾക്കും ക്ഷേത്രഭൂമികൾക്കുമേലുള്ള നികുതി ഈടാക്കൽ. ഓർത്തോളനെ, 1857 വിപ്ലവത്തിന് പിന്നിലെ പ്രധാന മതപരമായ കാരണങ്ങൾ ചോദിച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം, പള്ളികൾക്കും ക്ഷേത്രഭൂമികൾക്കുമേലുള്ള നികുതി ഈടാക്കൽ. ബംഗാൾ ആർമിയിലെ ഒരു വിഭാഗമായ പൂർവികൾ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഉന്നത ജാതിക്കാരായ ബ്രാഹ്മണരായിരുന്നു കേട്ടോ. അപ്പോൾ ബംഗാൾ ആർമിയിലെ ഒരു വിഭാഗത്തെ പൂർവികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവരാരാ? ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണരായിരുന്നു. 1857 വിപ്ലവം പരാജയപ്പെടുവാനുള്ള കാരണം കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ അഭാവം, ആസൂത്രണമില്ലായ്മ, ആധുനിക ആയുധങ്ങളുടെ കുറവ്. 1857 വിപ്ലവം പരാജയപ്പെടുവാനുള്ള കാരണം എന്താ? കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ അഭാവം, ആധുനിക ആയുധങ്ങളുടെ കുറവ്. 1857 വിപ്ലവത്തിന് ഒരു ദേശീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്ന് വാദിച്ച ചരിത്രകാരനാണ് RC മജൂംദാർ. 1857 വിപ്ലവത്തിന് ഒരു ദേശീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്ന് വാദിച്ച ചരിത്രകാരനാരാ? RC മജൂംദാർ ആണ്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ഹെമു കലാനി. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാ? ഹെമു കലാനിയാണ്. മംഗൽ പാണ്ഡെ ബരക്പൂരിൽ കലാപം ആരംഭിച്ചതിന് കാരണം എൻഫീൽഡ് റൈഫിളിലെ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. മംഗൽ പാണ്ഡെ ബരക്പൂരിൽ കലാപം ആരംഭിച്ചതിന് കാരണം ചോദിച്ചാൽ എൻഫീൽഡ് റൈഫിളിലെ തിരകൾ ഉപയോഗിക്കുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിൽ റെജിമെന്റുകളുടെ സംയോജനം എന്ന പുതിയ നയം കൊണ്ടുവന്നത് പീൽ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിൽ റെജിമെന്റുകളുടെ സംയോജനം എന്ന പുതിയ നയം കൊണ്ടുവന്നത് പീൽ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം.
1857 വിപ്ലവത്തിന് ശേഷം രൂപീകരിച്ച രാജകീയ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈനിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 റിവോൾട്ടിന് ശേഷം രൂപീകരിച്ച രാജകീയ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈനിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 വിപ്ലവത്തിന് ശേഷം സിവിൽ സർവീസുകളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ ബ്രിട്ടീഷുകാർ എടുത്ത തീരുമാനം ക്വീൻസ് പ്രൊക്ലമേഷൻ 1858. 1857 വിപ്ലവത്തിന് ശേഷം സിവിൽ സർവീസുകളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ ബ്രിട്ടീഷുകാർ എടുത്ത തീരുമാനമാണ് ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന പേരിൽ, അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വർഷം 1858 ആണ്. അവധ് സംസ്ഥാനത്തെ അവസാനത്തെ നവാബാരായിരുന്നു? വാജിദ് അലി ഷാ ആയിരുന്നു. വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് ബീഗം ഹസ്രത് മഹൽ. ഓക്കെയാണ്. വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. എന്തായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ പേര്? ബീഗം ഹസ്രത് മഹൽ. ആപ്തിയിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയ്യാൽ ലോകം മുഴുവൻ കീഴടക്കുമായിരുന്നു എന്ന് റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് പറഞ്ഞതാരാണ്? ഹ്യൂഗോ റോസ് ആണ്. ആപ്തിയിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയ്യാൽ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുമായിരുന്നു എന്ന് റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് ഹ്യൂഗോ റോസ് ആണ്. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന മാറ്റം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും കമ്പനി ഭരണത്തിലേക്ക് മാറ്റപ്പെട്ടു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന മാറ്റം എന്താ? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും കമ്പനി ഭരണത്തിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. 1857 വിപ്ലവത്തിന് കേരളത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? തിരുവിതാംകൂർ, കൊച്ചി പോലുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ 1857 റിപ്പോർട്ട് കേരളത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്താത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ, കൊച്ചി പോലുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നത് കൊണ്ടാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് ഇതൊരു മതപരമായ ലഹളയായിരുന്നില്ല എന്നാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് എന്താ? ഇതൊരു മതപരമായ ലഹളയായിരുന്നില്ല. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന ഭരണപരിഷ്കാരങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന ഭരണ പരിഷ്കാരമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1857 വിപ്ലവം പടർന്നു പിടിച്ച പ്രധാന പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശിലെ ചില ഭാഗങ്ങൾ, ഡൽഹി. ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരും കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ചോളണേ. 1857 വിപ്ലവം പടർന്നു പിടിച്ച പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശിലെ ചില ഭാഗങ്ങൾ, അതുപോലെ ഡൽഹി. താന്തിയ തോപ്പിയെ ഒറ്റിക്കൊടുത്ത വ്യക്തി എന്നറിയപ്പെടുന്നത് മാൻസിംഗ് ആണ്. താന്തിയ തോപ്പിയെ ഒറ്റിക്കൊടുത്ത വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാ? മാൻസിംഗ് ആണ്. റാണി ലക്ഷ്മിഭായി കൊല്ലപ്പെട്ട യുദ്ധം ഗോളിയാർ യുദ്ധം. റാണി ലക്ഷ്മിഭായി കൊല്ലപ്പെട്ട യുദ്ധം ഗോളിയാർ യുദ്ധം. 1857 വിപ്ലവം ഒരു ശിപ്പായി ലഹള മാത്രമാണ് എന്ന് വാദിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനാരാണ്? ജോൺ സീലെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1857 റിവോൾട്ടിനെ ഒരു ശിപ്പായി ലഹള മാത്രമാണ് എന്ന് വാദിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനാരാ? ജോൺ സീലെയാണ്. 1857 വിപ്ലവത്തിൽ ഡൽഹി പിടിച്ചെടുക്കാൻ ബഹദൂർ ഷാ സഫറിനെ സഹായിച്ചത് ജനറൽ ഭക്ത് ഖാൻ ആണ്. 1857 വിപ്ലവത്തില് ഡൽഹി പിടിച്ചെടുക്കുവാൻ ബഹദൂർ ഷാ സഫറിനെ സഹായിച്ചതാരാ? ജനറൽ ഭക്ത് ഖാൻ ആണ്. 1857 വിപ്ലവത്തെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസേലിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1857 വിപ്ലവത്തെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാ? ബെഞ്ചമിൻ ഡിസേലിയാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ദ സിപ്പായി മ്യൂട്ടനി 1857 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മീററ്റിലാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ദ സിപ്പായി മ്യൂട്ടനി 1857 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മീററ്റില്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യക്കാർ സൈനികരുടെ അനുപാതം കുറച്ചതിന് കാരണം പീൽ കമ്മീഷന്റെ റിപ്പോർട്ട്. 1857 വിപ്ലവത്തെ കുറിച്ച് 1857 എന്ന പുസ്തകം എഴുതിയത് SN സെൻ ആണ്. 1857 വിപ്ലവത്തെ കുറിച്ചുള്ള 1857 എന്ന പുസ്തകം എഴുതിയത് ആരാ? SN സെൻ ആണ്. വിപ്ലവത്തിന്റെ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മംഗൽ പാണ്ഡെയാണ്. വിപ്ലവത്തിന്റെ 1857 വിപ്ലവത്തിന്റെ തീപ്പൊരി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? മംഗൽ പാണ്ഡെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1857 വിപ്ലവത്തിന് ശേഷം ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാൻ കാരണമായ സംഭവം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം ആരംഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1857 വിപ്ലവത്തിന് ശേഷം പുതിയൊരു അധ്യായം ആരംഭിക്കുവാൻ കാരണമായ സംഭവം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം ആരംഭിച്ചത്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1857 വിപ്ലവത്തിന് ശേഷം ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ കാരണമായ സംഭവം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം ആരംഭിച്ചതാണ്. ഓർക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 6 നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് വിളികളെത്തുന്ന സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.